യെസ്, ഗുഡ് മോർണിംഗ് സർ. മിസ്റ്റർ കിരൺലാലിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഒരു വണ്ടിയുടെ നമ്പർ കിട്ടിയെന്ന് കേട്ടല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് എന്തായി? സാർ, ഞാൻ നമ്പറിനെ പറ്റി അന്വേഷിച്ചപ്പോൾ മായക്കണ്ണൻ എന്ന വ്യക്തിയുടേതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ, അതിന്റെ അഡ്രസ് എടുക്കുന്നത് മുതുമല എന്ന എസ്റ്റേറ്റിന്റെ പരിസരമാണ് സാർ. ഓഹോ സാർ, ഞാൻ അതിനുവേണ്ടി ആളെ അയച്ചിട്ടുണ്ട് സാർ. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. സാർ. യെസ്, ഇരിക്കും മിസ്റ്റർ പ്രേംകുമാർ. താങ്ക് യു സാർ. ഞാനിപ്പോൾ തെരുകുട്ടികളുടെ മിസ്സിംഗ് കേസ് കൂടാതെ കിരൺലാലിന്റെ ഭാര്യയുടെ മരണത്തെക്കുറിച്ചുള്ള ഡിവൈഎസ്പി സ്ക്വാഡിലുമുണ്ട്. യെസ് സാർ. അതുകൊണ്ടാണ് ഡിവൈഎസ്പി എന്നെ കാണാൻ തന്നെ അയച്ചത്. ഈ കേസ് കിരൺലാലിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന തോന്നിക്കൽ പഞ്ചായത്ത് സ്റ്റേഷൻ പരിധിയിലാണ്. യെസ് സാർ. അവർ ഈ കേസ് സാധാരണ ഒരു വീഴ്ചയിൽ പറ്റിയ മരണമായിട്ടാണ് FIR ഫയൽ ചെയ്തിരിക്കുന്നത്. സാർ, ഞാൻ എൻ്റെ കർത്തവ്യം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? താൻ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു വേലക്കാരനെ പോലെ കിരൺലാലിന്റെ വീട്ടിൽ കയറിപ്പറ്റണം. യാതൊരു കാരണവശാലും താനൊരു പോലീസുകാരനാണെന്ന് ആരും തന്നെ അറിയരുത്. അത് ഞാൻ ഏറ്റു സാർ. തനിക്കിവിടെ കയറിപ്പറ്റാൻ എളുപ്പം അമ്മാവൻ എന്നും കാലത്ത് പച്ചക്കറി വാങ്ങാൻ മാർക്കറ്റിൽ പോകും. കൂടാതെ അമ്മാവനൊരു വേലക്കാരന് ആവശ്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇതാണ് കിരൺലാലിന്റെ അമ്മാവൻ ശങ്കുണിയുടെ ഫോട്ടോ. ഓക്കെ സാർ, ഞാൻ അദ്ദേഹത്തെ ബുദ്ധിപൂർവ്വം കണ്ടുമുട്ടി ഇന്ന് തന്നെ എൻ്റെ കർത്തവ്യം ഇതാ തുടങ്ങിയാണ് സാർ. അമ്മാവാ. സാറേ, സാറേ, ദൈവമേ, ഇന്നെങ്കിലും ഒന്ന് പൊങ്ങി കിട്ടണേ. ആ, ഒന്ന് നന്നായി മുടക്കണ്ട. ഡാ എന്നാ എടുക്കലും തന്നെ പൊങ്ങലില്ല. അവരെ പിടിച്ചോ, കള്ളം പോടെ, കള്ളം പോടെ, പിടിച്ചോ. കാര്യം കൊള്ളാം, പണിയും തരാം. മര്യാദക്ക് നിന്നില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. മനസ്സിലായോ? മനസ്സിലായി. ഓർമ്മയിരിക്കട്ടെ. അപ്പൊ ഈ കിഴവൻ തന്നെ ഇരിക്കും ആ പെണ്ണിനെ കൊന്നത്. എന്തായാലും വീട്ടിലേക്കല്ലേ പോണേ. കണ്ടുപിടിക്കുന്നുണ്ട്. നീ വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല അമ്മാവ. അമ്മാവൻ എന്റെ ദൈവമാണെന്ന് പറയായിരുന്നു. കൃഷ്ണ, ഇനിയുള്ള കാലം അമ്മാവന് താങ്ങും തണലുമായിട്ട് ഞാനുണ്ടാവും. ശരിയാക്കി തരാട്ടാ. എന്തൊട്ടി കാണണേ. അപ്പോ ഇതാണല്ലേ അമ്മാവന്റെ വീട്? ആ, എന്റെ വീടല്ലടാ, എന്റെ പെങ്ങളുടെ മകന്റെ വീടാ. അവന്റെ ഭാര്യ മരിച്ചുപോയി, ഒരു കൊച്ചുമോള് മാത്രമേ ഉള്ളൂ. അല്ല, ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ വാ. ഇതൊക്കെയാണല്ലോ എനിക്ക് അറിയേണ്ടത്. നീ വല്ലതും പറഞ്ഞോ? എന്റെ ഭാനുമോള് മരിച്ചിട്ട് അവളുടെ ആത്മാ ഇവിടെ തന്നെ ഉണ്ടെന്നൊരു തോന്നല്. അല്ല, ആത്മാവോ? എന്താ, പേടിയുണ്ടോ? ഏയ്, ചെറുതായിട്ടൊരു ഭയം. ഇടക്കിടക്ക് പേടിപ്പിക്കാറുണ്ട്.
ആവൂ, ഇതായിരുന്നു പണ്ടാറടങ്ങായിട്ട് പേടിപ്പിക്കാൻ പറ്റില്ല. ദീപം ദീപം ദീപം. എനിക്ക് തൊഴടാ. എന്നെയല്ല, പിന്നെ ദീപത്തെ. ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് വീട്ടില്. ആ ഇരിക്കുക. അല്ല ഇനി ഇരിക്കാലോ അല്ലേ? അതെ ഇരിക്കാം. എന്താ അത്? എനിക്കാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു ആ അതൊക്കെ വേണ്ടി വരും. ഭഗവാനെ, അമ്മാവ ഞാൻ പോവാട്ടോ. ആ ഇത്ര നേരായില്ലേ? ഞാൻ കൊണ്ടുപോയി വിടാം. സാരില്ല, ഞാൻ പൊക്കോളാം. സന്ധ്യ ആയില്ലേ മോളെ? ഇതാരാ? ഇയാള് പുതുതായിട്ട് പണിക്ക് വന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഉണക്കത്തേക്ക് നമുക്ക് പെറുക്കിട്ടിട്ട് കഞ്ഞിയും കുടിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് പോക്കോളെ. അത്രേ ഉള്ളൂ. ആണോ? ഇയാളെ കണ്ടിട്ട് ഒരു പാവം പോലെ തോന്നിക്കുന്നുണ്ട്. എന്തായാലും ഇയാളല്ല. എന്താ മോളെ, നീ വന്നപ്പോ മുതല് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. ഞാൻ ആ കുട്ടിയെ പറ്റി ആലോചിക്കുമായിരുന്നു. എനിക്ക് തോന്നി. നല്ല ഓമരത്തുള്ള മുഖം, ആ കുട്ടിയുടെ ഒരു വിധി. അപ്പോ ആ കുട്ടിക്ക് എത്ര വയസ്സായി? ഒരു 5.5 വയസ്സുണ്ടാവും. അത്രേ ആയിട്ടുള്ളൂ? കഷ്ടം. നമ്മുടെ തെക്കേലെ രാഘവന്റെ മോന്റെ പ്രായം. ആ എങ്ങനെയാ ആ കുട്ടിയുടെ അമ്മ മരിച്ചത്? ആര്? ആ ഇത്ര നേരം കേട്ടിരുന്നിട്ടും ഇപ്പോഴും ഒന്നും മനസ്സിലായില്ലേ? അവളിപ്പോ ഒരു കുട്ടിയെ നോക്കാൻ പോണില്ലേ, അതിന്റെ അമ്മ. ശരി, അതെങ്ങനെയാ മരിച്ചേ? സാരില്ലാത്ത നേരത്ത് ആരൊക്കെയോ വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ തല്ലി തകർത്തു. അതിൻ്റെ ഇടയിൽ വന്ന സാറിന്റെ ഭാര്യയെ ഒരാൾ ചുമരിൽ തലയിടിപ്പിച്ചാ കൊന്നത്. ഇതെല്ലാം നേരിൽ കണ്ടതാ ആ കുട്ടി. അങ്ങനെ ആ കുട്ടി ഈ അവസ്ഥയിലായത്. പത്രത്തിൽ വായിച്ചില്ലേ, തെരുവ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരെ കുറിച്ച്. ഇതൊക്കെ ചെയ്തത് അവരായിരിക്കുമെന്നാ ഗൗരി പറഞ്ഞത്. അവരെന്തിനാ ആ കൊച്ചിനെ കൊന്നത്? കിരൺ സാർ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ച് പത്രത്തിൽ എഴുതിയെന്നോ അവരെ പിടിക്കാൻ പോലീസിനെ സഹായിച്ചെന്നൊക്കെ പറയുന്ന കേട്ടു. അതിന്റെ പക തീർത്തതാ. അതിനിപ്പോ കൊച്ചിനെ കൊന്നിട്ട് അവർക്കെന്ത് കിട്ടി? പാവം, അതിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയായി. ഡോക്ടർമാരെന്താ പറഞ്ഞത്? ഇത് കണ്ട ഷോക്കിൽ നിന്ന് പറ്റിയതല്ലേ, കുറച്ചുനാൾ ചികിത്സിക്കേണ്ടി വരും. അവൾക്കെല്ലാവരും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ തിരിച്ചൊന്നും പറയാതെ മിങ്ങിപ്പൊട്ടുന്നത് എനിക്ക് കാണാം. അവരൊക്കെ പിടിച്ചോ മോളെ? ഇല്ലച്ചാ, അന്വേഷണം നടക്കുന്നുണ്ട്. ആദ്യമൊക്കെ അവരാ വീടുകളിൽ നിന്നും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത്. ഇപ്പൊ അവരുടെ പിള്ളേരെയും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ഹൈ, കാലത്തിന്റെ ഒരു പോക്കേ. നീ ഇതുകൊണ്ട് അടുപ്പിൽ വെ. ഈ ചെടിയൊക്കെ മാറ്റിയില്ല വെള്ളം ചൂടാക്കിയടാ. ചൂടുള്ള ഒരു ദിവസം കുളിപ്പിച്ചാൻ കിടത്തണ്ടട്ടാ. കളവന്റെ ഒരു തുടങ്ങിയ അധ്വാനം. സഹപ്രവർത്തനം ചിലതൊക്കെ അറിയുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടേ വിശർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് പണിയെടുക്കാൻ പാടില്ല. പിന്നെന്തിനാ വേല ചെയ്യുന്നേ? അത് പട്ടിണി കിടന്ന് ചാവണ്ടല്ലോ വെച്ചിട്ടാ. പോയോ? കിരൺ സാർ ഇപ്പൊ പോയുള്ളൂ. അതെ, മോള് ഉറങ്ങാട്ടോ. ചെല്ല് ചെല്ല്. അമ്മാവാ, ചായ തരട്ടെ? ആയിക്കോട്ടെ. അതെ, മധുരം കുറയ്ക്കാതെ പാല് കൂട്ടി ഒരു ചായ എനിക്കിട്ട. ആയിക്കോട്ടെ. ചെല്ലി ചെല്ലി. അമ്മാവോ, അമ്മാവാ.
എൻ്റെ മനസ്സിൽ നഷ്ടപ്പെട്ടതെന്തോ തിരിച്ചു കിട്ടിയ പോലൊരു തോന്നൽ. ഈ വയസ്സാം കാലത്തിന് ഇത് വേണം എൻ്റെ അമ്മവ. മനസ്സിൽ പ്രായം തോന്നിയാലേ വയസ്സാകൂ. സത്യം പറഞ്ഞ അമ്മാവനെ കണ്ട പ്രായം തോന്നിക്കില്ല, പ്രായമേ തോന്നിക്കില്ല. 18 വയസ്സായെന്ന് വിചാരം, പക്ഷെ മറച്ചിടേണ്ടി വരും. നീ വല്ലതും പറഞ്ഞോ? അല്ല, ഞാൻ പറയായിരുന്നു. എല്ലാ കുട്ടിയോട് തുറന്നു പറയണം. ഒരു പക്ഷെ അവൾ സമ്മതിച്ചാൽ എന്താ ഒരു വഴി? വൺ സൈഡ് പ്രേമായിരിക്കോ? നീ ഇപ്പൊ വല്ലതും പറഞ്ഞോ? ഇല്ല, അല്ല ഞാൻ പറയായിരുന്നേ, നന്ദിനിയുടെ കൂടെ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി ഭഗവാന്റെ മുമ്പിൽ ഒരു കാണിക്കൊക്കെ ഇട്ട് എല്ലാം അങ്ങോട്ട് തുറന്നങ്ങോട്ട് പറയാ. നിനക്ക് നല്ല ബെസ്റ്റ് ഐഡിയ ഉണ്ട്. കൊള്ളാം. ഐഡിയ മാത്രല്ല, എയർടെല്ലും BSNL-ഉം എന്തിനു പറയണ പോലീസിന്റെ വയർലെസ് പോലും ഉണ്ട്. വൃദ്ധന്മാരെ സൂക്ഷിക്കുക. ആ എടാ, അതൊരു പടത്തിന്റെ പേരല്ല. അല്ല, ഞാൻ പറഞ്ഞു മാത്രം. നീ നോക്കിക്കോ, ഞാൻ വരച്ച വരയിലെല്ലാം എന്റെ കൃഷ്ണ ഭഗവാനേ. ഭഗവാനേ കൃഷ്ണ, എല്ലാം ഭംഗിയാക്കി തരണേ. നീ ശരണം. നമസ്കാരം. ശങ്കുണ്ണിയേട്ടാ, ഇത് മരുമോളാണല്ലേ? അല്ല, താൻ എവിടെയായിരുന്നോ? കുറെ നാളായില്ല കണ്ടിട്ട്. ഞാൻ കുറച്ച് നാളായിട്ട് നാട്ടിലുണ്ടായിരുന്നില്ല. ലാൽ വീണ്ടും വിവാദനായോ? അതെ, കുറച്ച് ധൃതിയുണ്ട്. പോട്ടെ. ഓക്കെ. ശരി. വേറെ പണിയില്ലാണ്ട് നടക്കുക, വഞ്ചന ബുദ്ധിമുട്ടിക്കുക. മോളെ, ഞാനിനി എത്ര നാളാണെന്ന് അറിയില്ല. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എൻ്റെ ഒരു ആഗ്രഹം മോള് സാധിച്ചു തരുമോ? ഏയ്, അതിനമ്മാവൻ സങ്കടപ്പെടണ്ട. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാം നല്ലതിന് മാത്രം. എന്നെ ഒരു അച്ഛനെ പോലെയും എൻ്റെ കൊച്ചുമോളെ അവളുടെ അമ്മയെപ്പോലെയും നീ സ്നേഹിച്ചു. അതുപോലെ എൻ്റെ മകനെയും സ്നേഹിച്ചുകൂടെ? ഈശ്വര, ഞാൻ അമ്മാവനെ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ, എന്നോട് പൊറുക്കണേ. അതിന് ഇതിനെല്ലാം അമ്മാവന്റെ മോൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് പോലെ മോള് കേട്ടാൽ അവൻ മോളുടെ വഴിക്ക് വരും. ആ കാര്യം ഞാൻ ഏറ്റു. നീ എങ്ങോട്ടാടാ? ഞാനാ? ആ, ഞാൻ കുറച്ച് ആനപ്പിണ്ണം വരാൻ വേണ്ടി വന്നു. ആനപ്പുണ്ടോ? എന്റെ അമ്മാവ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നെന്ന്. പ്രാർത്ഥിക്കാനോ? ആ, എടാ, പ്രാർത്ഥിക്കലല്ല, പ്രാർത്ഥിക്കാൻ. അതൊക്കെ എനിക്കറിയാം. പ്രാർത്ഥിക്കാൻ കുറച്ച് അധികം ഉണ്ടാവും. വാ മോളെ, ആളെ ബുദ്ധിമുട്ടിക്കാൻ. വാ വാ, പോയി തൊഴിച്ചു വാടാ. മാത്രല്ല, പോലീസിന്റെ പണി നോക്കണ്ടേ? ശരിയാക്കി തരാട്ടാ വിഘ്നങ്ങളൊക്കെയും.